കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കരൻ്റെ രണ്ടാം ഭാര്യയുടെ മകനാണ് നികേഷ് എന്നറിഞ്ഞിരുന്ന നിധി ഒരു ദിവസം നികേഷിൻ്റെ അമ്മയെ കാണാനിട വരുന്നുണ്ട്. ഭാസ്കരനെ നികേഷിൻ്റെ അമ്മയെ വെറുപ്പാണെന്നറിഞ്ഞ നിധി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ഛൻ എന്താ നിങ്ങളോട് സംസാരിക്കാത്തത്? അച്ഛൻ എന്താ നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി പെരുമാറുന്നത്? നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു പോയത് കൊണ്ടാണോ എന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ മകനെ ഞാൻ അയാളുടെ അടുത്താക്കി പോയാൽ അയാൾക്ക് പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? അത് കേട്ടയുടനെ നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകനോ? നികേഷ് അച്ഛൻ്റെ മകനും കൂടിയല്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല, നികേഷ് എൻ്റെ മാത്രം മകനാണ്, ഭാസ്കരൻ്റെ മകനല്ല എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുവാണ് നിധി. നിങ്ങളെന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നികേഷിൻ്റെ അച്ഛൻ ഭാസ്കരനല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ, ഭാസ്കരൻ നികേഷിൻ്റെ അച്ഛനല്ല, അവൻ എൻ്റെ മാത്രം മകനാണ്. അതേസമയം തന്നെ നികേഷിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ നികേഷിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ നിധി ചോദിക്കുമ്പോൾ, എന്നെ ഒന്ന് വെറുതെ വിടാമോ? എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പോവുകയാണ്, എനിക്ക് വേറെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ നിധിയുടെ കൈ തട്ടി മാറ്റി പോകാൻ തുടങ്ങുമ്പോൾ, നിൽക്കവിടെ, എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നിട്ട് പോയാൽ മതി. നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണമെന്നൊക്കെ പറയുമ്പോൾ, ദേ കുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, എൻ്റെ മകനെ ഭാസ്കരനെ ഏൽപ്പിച്ച് ഞാൻ മാത്രം അവിടെ നിന്ന് പോയി, എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നികേഷിൻ്റെ അമ്മ നിധിയുടെ മുമ്പിൽ നിന്നും പോവുകയാണ് കേട്ടോ. തുടർന്ന് നിധി വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെന്താ ഇത്ര പെട്ടെന്ന് വന്നത്? അപ്പം നിധി പറയുകയാണ്, ഒരു ചെറിയ ജോലിയുണ്ട് സുഭാഷ് ഏട്ടാ, അത് തീർത്തിട്ട് പോകാമെന്ന് വെച്ചു. അച്ഛാ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം, അച്ഛൻ എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ച് തന്നെ പറയും മോളെ എന്നൊക്കെ പറയുമ്പോൾ, അത് പറ്റില്ല, അച്ഛൻ എൻ്റെ കൂടെ വരണം. ഞാൻ വരാം, പക്ഷേ എവിടേക്കാണ് നീ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയണമെന്നൊക്കെ പറയുമ്പോൾ, അത് പറഞ്ഞാലേ അച്ഛൻ എൻ്റെ കൂടെ വരുവുള്ളൂ. അതെ, ഞാൻ പറഞ്ഞാലേ കൂടെ വരുവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും തൽക്കാലം പറയാൻ പറ്റില്ല, തൽക്കാലം അച്ഛൻ എൻ്റെ കൂടെ വന്നേ പറ്റൂ, ഇങ്ങ് വാന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് നിധി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത് കണ്ടുകൊണ്ടുവരുന്ന സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം നിധി പറയുന്നുണ്ട്, ഏയ് പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ അച്ഛനെ ഒരിടം വരെ കൂട്ടിക്കൊണ്ട് പോവുക, എന്താണെങ്കിലും നീ കാര്യം പറ മോളെ എന്നൊക്കെ സുഭാഷ് പറയുമ്പോൾ, സുഭാഷ് ഏട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട, ഒരു ചെറിയ കാര്യമാണ്, ഞാൻ വന്നിട്ട് പറയാമെന്നൊക്കെ പറയുവാണ് നിധി. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അത് ശരി, ചെറിയ കാര്യമല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഇവിടെ വെച്ച് തന്നെ പറയാം, അച്ഛനിപ്പം ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞുകൊണ്ട് നിധി ഭാസ്കരനെയും കൂട്ടി അവിടെ നിന്നങ്ങ് പോവുകയാണ്. തുടർന്ന് ഭാസ്കരനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരുവാണ് നിധി. അങ്ങനെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും പറ, എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവിടെ വെച്ച് അച്ഛനോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്, അച്ഛൻ അതിന് സത്യസന്ധമായിട്ട് ഉത്തരം തരണം. അപ്പോൾ ഭാസ്കരൻ പറയുവാണ്, ഒരു കാര്യം ഒഴിച്ച് നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല അല്ലേന്ന് നിധി ചോദിക്കുമ്പോൾ, അതേന്ന് പറയുവാണ് ഭാസ്കരൻ. പക്ഷെ അത് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ, എനിക്ക് ആ ഒരു ഉത്തരം തന്നെയാണ് കിട്ടേണ്ടതും, എങ്കിൽ ഞാൻ പോവുകയാണ്, അതിനുള്ള ഉത്തരം തൽക്കാലം എൻ്റെ കയ്യിലില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ നിധി ഭാസ്കരനെ തടഞ്ഞു നിർത്തുവാണ്. അച്ഛാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇത് പറയാതെ അച്ഛനെ ഞാൻ എങ്ങോട്ടും വിടില്ല, അച്ഛനെ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനാ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ? ഞാൻ നികേഷിൻ്റെ അമ്മയെ കണ്ടിരുന്നു, അവരെന്നോടൊരു കാര്യം പറഞ്ഞു, നികേഷ് അച്ഛൻ്റെ മകനല്ലെന്ന്. അത് കേട്ട് ഞെട്ടി ഭാസ്കരൻ ടെൻഷനോടെ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ നിധി വീണ്ടും പറയുന്നുണ്ട്, അച്ഛാ നിൽക്ക്, സത്യം പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, നോക്ക്, നീ എന്തായി പറഞ്ഞു വരുന്നത്? അവർ 4 പേരും എൻ്റെ മക്കളാണ്. അച്ഛാ, ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല ചോദിച്ചത്, ബയോളജിക്കലായിട്ട് നികേഷ് അച്ഛൻ്റെ മകനല്ല, ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമല്ല, മറ്റുള്ളവരെ പോലെ തന്നെ അവനും എൻ്റെ മകനാണ്, മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം അച്ഛാ. അന്നേരം ഭാസ്കരൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഈ ക്ലാരിറ്റിയും മണ്ണാങ്കട്ടയും ഒക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? അപ്പം നിധി പറയുന്നുണ്ട്, ഇതൊന്നും അറിയാതെ ഞാനല്ലേ നികേഷിൻ്റെ അമ്മയെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്നത്, അച്ഛൻ എന്തോ എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നടക്കുന്നത്, അത് ദയവ് ചെയ്ത് തുറന്നു പറയണം, നീ ഇപ്പോൾ അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടച്ചാ, സത്യം അറിയാതെ എൻ്റെ തല വെട്ടിപ്പൊളിയുകയാണെന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടണോ? നിധി പറയുന്നുണ്ട്, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നാണോ അച്ഛൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ സ്വന്തമായിട്ടാണ് ഞാൻ അവരെ എല്ലാവരെയും കാണുന്നത്, അവിടെ പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരുടെ മനസ്സിലും ഓരോരോ രഹസ്യങ്ങളാണ്, അതെല്ലാം പുറത്ത് വന്നാലേ എന്നും ആ വീട്ടിലുള്ളവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയൂ. അച്ഛൻ എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സത്യം തുറന്നു പറയാൻ തയ്യാറാവണം,
അച്ഛൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ കൂടെ നികേഷും ഉണ്ടായിരുന്നു. പിന്നെ നികേഷിനെ അച്ഛൻ്റെ അടുത്താക്കി അവർ വീട് വിട്ടുപോയി. അവർ പിന്നീട് വേറൊരു കല്യാണം കഴിച്ചെന്നൊക്കെ നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, തെറ്റ്, ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അതെ, അതൊരു വലിയ കഥയാണ് മോളെ, അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടിപ്പോൾ ആ കഥ ഞാൻ നിന്നോട് പറയണമല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഭാസ്കരൻ. അപ്പം നിധി പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് ദയവ് ചെയ്ത് എന്താ അന്ന് നടന്നതെന്ന് എന്നോടെങ്കിലും പറയണം. നീ എന്തിനാ മോളെ എന്നെ ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുന്നതെന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് സത്യം പറയാൻ തയ്യാറാവണം, എനിക്കത് അറിഞ്ഞേ പറ്റൂ അച്ഛാന്നൊക്കെ നിധി തറപ്പിച്ച് പറയുമ്പോൾ ഒടുവിൽ ഭാസ്കരൻ ആ കാര്യങ്ങളൊക്കെ നിധിയോട് പറയാൻ തയ്യാറാവുകയാണ്. അങ്ങനെ നിധിയെയും കൂട്ടി കുറച്ചങ്ങോട്ട് മാറിയിരിക്കുവാണ് ഭാസ്കരൻ. അങ്ങനെ ഭാസ്കരൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ലോറി ഓടിച്ച് ലോഡുമായിട്ട് എനിക്ക് ഒരുപാട് നാടുകളിൽ പോവേണ്ടി വരാറുണ്ട്. ലോഡുമായിട്ട് ചില നാടുകളിൽ പോകുമ്പോൾ ലോഡ് ഇറക്കി തിരിച്ചു വരാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും. അങ്ങനെ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഭക്ഷണമൊന്നും നമുക്ക് വയറിന് പിടിക്കില്ല. അങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒരു സ്ഥലം കണ്ടെത്തും. ഇപ്പോൾ ഞാൻ ഗുജറാത്തിലേക്കാണ് പോകുന്നതെന്ന് വെക്കുക, അവിടെ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ പോയ ഒരു സ്ഥലത്ത് വെച്ചാണ് നികേഷിൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ ഞാൻ കാണുന്നത്. ഞാൻ ലോഡുമായിട്ട് പോകുന്ന സമയം കണ്ട് 2-3 വർഷമായിട്ട് എനിക്ക് അവരെ പരിചയമുണ്ടായിരുന്നു. അവളും അവളുടെ ഭർത്താവും കൂടി ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നു. അവിടെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നത്. എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കി തരുമായിരുന്നു അവർ രണ്ടുപേരും ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ കൈക്കുഞ്ഞായിരുന്ന നികേഷ് കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ചു പോയെന്ന്. എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു മോളെ എനിക്ക്. ഒരു കൈക്കുഞ്ഞല്ലേ, ഹോട്ടലുണ്ടല്ലോ, വരുമാന മാർഗമുണ്ടല്ലോ, സഹായിക്കാൻ ബന്ധുക്കളുണ്ടല്ലോ എന്നൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നു. അങ്ങനെ പിന്നീട് ഒരിക്കൽ ലോഡുമായിട്ട് ഞാൻ അവിടേക്ക് പോയപ്പോൾ അവരെ അന്വേഷിച്ച് അവരുടെ കടയിലേക്ക് ചെന്നു. അപ്പോഴാണ് ഒരുത്തൻ അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ സ്ത്രീക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അവൾ എന്നോട് പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിച്ചു. അവളോട് സഹതാപം തോന്നിയ എനിക്ക് അവളെ സഹായിക്കണമെന്ന് തോന്നി. കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്നെ ഈ നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകണം, എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെൻ്റെ കാല് പിടിച്ചപ്പോൾ ഉപേക്ഷിക്കാൻ എനിക്കും തോന്നിയില്ല മോളെ. അങ്ങനെയാണ് ഞാൻ അവരെയും കുഞ്ഞിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വന്നതാണ് നികേഷും ആ സ്ത്രീയും എന്നൊക്കെ പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഞാൻ എന്തിനാ അവരെ കല്യാണം കഴിക്കുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഇടയിൽ ഒരു റിലേഷനുമില്ലേ? എന്താ മോളി പറയുന്നത്? അവളുടെ കൂടെ എനിക്ക് എന്ത് റിലേഷനാ? 4 ദിവസത്തോളം എൻ്റെ കൂടെ ലോറിയിൽ ട്രാവൽ ചെയ്തു വന്നു. അവിടെ പോകണമെന്ന് അറിയില്ലെന്നും പറഞ്ഞ് കരഞ്ഞപ്പോൾ സമാധാനിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടുകാർ എന്നെയും അവളെയും ചേർത്ത് പലതും പറഞ്ഞുണ്ടാക്കി. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. അവളും കുഞ്ഞും ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് സുഭാഷും സുധീഷും ഹരീഷും നികേഷിനെ അനിയനായിട്ട് കാണാനും അവനെ ചേർത്ത് പിടിക്കാനും തുടങ്ങി. അപ്പോൾ പിന്നെ അച്ഛൻ എപ്പോഴാണ് അവരെ കല്യാണം കഴിച്ചതെന്ന് വിശ്വസിക്കാനാകാതെ ചോദിക്കുവാണ് നിധി. എന്താ മോളെ ഇത്? ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ എപ്പോഴാണ് കല്യാണം കഴിച്ചത് എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, പിന്നീട് എന്താ നടന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവളെ ഒരുത്തൻ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ അവളെ എങ്ങനെയോ തേടി പിടിച്ച് കണ്ടെത്തി ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. ഒടുവിൽ അവൾ അയാളുടെ ഭീഷണിക്ക് വഴങ്ങി അയാളുടെ കൂടെ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. പോയപ്പോൾ കൈക്കുഞ്ഞായ നികേഷിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അങ്ങനെയാണെങ്കിൽ നികേഷിൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഇത് തന്നെയല്ലേ മോളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെയും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ലെന്നൊക്കെ നിധി പറയുമ്പോൾ, അയ്യോ എൻ്റെ പൊന്നുമോളെ, ആ വിഷയം ഒന്ന് വിട്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്? ഭർത്താവ് മരിച്ചതിന് ശേഷം ആ സ്ത്രീ തനിച്ച് കട നടത്തുകയായിരുന്നു. ഒരുത്തൻ അവളെ ടോർച്ചർ ചെയ്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേ നടന്നു. എന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് അവൾ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ അവളെയും കൈക്കുഞ്ഞായിരുന്ന നികേഷിനെയും കൂട്ടിക്കൊണ്ടു പോന്നു. അതിനുശേഷം കുഞ്ഞായിരുന്ന നികേഷിനെ ഉപേക്ഷിച്ച് ആ ടോർച്ചർ ചെയ്ത് അവൻ്റെ കൂടെ തന്നെ അവൾ ഇറങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. അത്രയേ ഉള്ളൂ, ഇതാണ് അന്ന് നടന്നത്. ഇനി നിനക്കെന്താ അറിയേണ്ടതെന്നൊക്കെ ചോദിച്ച് ഭാസ്കരൻ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുവാണ്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുവാണ് നിധി. അപ്പോൾ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് അവർ ചെയ്തതോ? നികേഷിനെ അച്ഛൻ്റെ അടുത്ത് ഉപേക്ഷിച്ച് അവർ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഏതെങ്കിലും അമ്മ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? ഇത് മാത്രമാണ് അച്ഛനും നികേഷും തമ്മിലുള്ള ബന്ധം, ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്,
ഇന്നത്തെ അവസ്ഥയിൽ അവൻ എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷം സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും സുധീഷിൻ്റെയും കൂടെ അവൻ കളിക്കാൻ തുടങ്ങി. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്തെ ചിരിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ എനിക്കും അവനെ ഇഷ്ടമായി തുടങ്ങി. അവൻ്റെ അമ്മയുടെ മുഖം മറന്ന് എൻ്റെ അരികിലേക്ക് അവൻ ഓടി വരുമായിരുന്നു. ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന അവനെ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ലായിരുന്നു. അവരെല്ലാവരും നികേഷിനെ അനിയനായി കണ്ട് സ്നേഹിച്ച് ചേട്ടാനുജന്മാരായി സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് നിൻ്റെ അച്ഛൻ വേറെയാ അമ്മ വേറെയാണെന്നൊക്കെ ആ കുഞ്ഞിനോട് പറയാൻ പറ്റുമോ? ഇത്രയൊക്കെ ആയില്ലേ, എങ്കിൽ പിന്നെ അവനും എൻ്റെ മകനായിട്ട് അങ്ങ് വളരട്ടെ എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അവന് നികേഷ് എന്ന് പേരിട്ടത് പോലും ഞാനാണെന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വീട്ടിൽ മറ്റാർക്കെങ്കിലും അറിയാമോ? അതൊന്നും എനിക്കറിയില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും മറ്റാരും അറിയാൻ ചാൻസ് ഇല്ല. നികേഷിൻ്റെ അമ്മ വേറെയാണെന്ന് ഇപ്പോഴല്ലേ നികേഷ് പോലും അറിഞ്ഞത്. ഒരു പക്ഷെ അവർക്ക് സത്യം അറിയുമായിരുന്നെങ്കിൽ അന്ന് അവരത് എന്നോട് പറയുമായിരുന്നോ? അച്ഛൻ എന്താ ഇതൊന്നും ആരോടും പറയാതിരുന്നത്? ഇതൊക്കെ പറയണമായിരുന്നോ? എന്തിനും പറയണമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നികേഷിന് അച്ഛനോട് വെറുപ്പാണല്ലോ. അവൻ്റെ അമ്മ വീട് വിട്ടു പോകാൻ കാരണം അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവനോട് സത്യം പറയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ അവനോട് പറയേണ്ടത്? അതൊന്നും ശരിയാവില്ല മോളെ. അവൻ്റെ മനസ്സിൽ ഞാനാണ് അവൻ്റെ അച്ഛൻ. അവൻ്റെ അമ്മ പോയെങ്കിലും അച്ഛനായിട്ട് ഞാനുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതല്ലാതെ അച്ഛനും കൂടി ഞാനല്ലെന്ന് അറിഞ്ഞാൽ അവൻ്റെ മനസ്സ് തകർന്നു പോവില്ലേ? അവൻ്റെ അമ്മ അവനെ വിട്ടുപോയാലും അവനെ എന്നെ വെറുക്കാൻ ഒരു കാരണമില്ലേ? അത് തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവനോട് അവൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ അവനെ വേണ്ടെന്ന് വെച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഭാവി എന്താകും? തുറന്നു പോകും മോളെ അവൻ. തൽക്കാലം ഇങ്ങനെ തന്നെ പോകട്ടെ. അച്ഛനായി കണ്ട് അവൻ എന്നെ വെറുത്തോട്ടെ. മോളിപ്പോൾ തൽക്കാലം ഇതെല്ലാം മറന്നു കളഞ്ഞേക്ക്, ആരോടും പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ കയ്യിലേക്ക് പിടിക്കുവാണ് നിധി. എന്താ മോളെ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ അച്ഛനെ പറ്റി ഞാൻ പലതും വിചാരിച്ചു പോയി. ചിന്തിച്ചതുപോലെയൊന്നുമല്ല അച്ഛൻ. അച്ഛൻ ഒരുപാട് നന്മയുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? എന്തായാലും നിനക്ക് അതിനുള്ള ഉത്തരമൊക്കെ കിട്ടിയല്ലോ. ഇനി കണ്ണീരൊക്കെ തുടച്ച് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കെന്നൊക്കെ പറയുമ്പോൾ സത്യമായിട്ടും ഞാൻ പറയുക അച്ഛാ, ഇങ്ങനെയൊന്നും ഒരാളും ചെയ്യാൻ തയ്യാറാവില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി അവൻ വളർന്നു വലുതായതിനു ശേഷം അച്ഛനെ തെറ്റിദ്ധരിച്ച് അച്ഛനോട് വഴക്കുണ്ടാക്കുന്നു, അടിക്കാൻ വരെ തയ്യാറാകുന്നു. പക്ഷെ അച്ഛൻ അവൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ തിരിച്ചു പറയാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നു. അതെല്ലാം അച്ഛൻ്റെ വലിയ മനസ്സുകൊണ്ടല്ലേ? അതെന്താ അവർ മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ കരയുമ്പോൾ മോളെ നീ കരയാതെ വീട്ടിലേക്ക് പോ. തൽക്കാലം നിൻ്റെ കൂടെ വരുന്നില്ല. എനിക്കിവിടെ ഒരു ജോലിയുണ്ട്, ഞാൻ പിന്നീട് അങ്ങ് എത്തിക്കോളാം. കരയാതെ, അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആർക്ക് എന്ത് പ്രയോജനം? സൂക്ഷിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്കെന്നൊക്കെ പറഞ്ഞ് നിധിയെ അവിടെ നിന്ന് പറഞ്ഞയച്ച് ഭാസ്കരൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഭാസ്കരൻ പോകുന്നതും നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നിധി. പെട്ടെന്നെന്തോ ആലോചിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് ഭാസ്കരൻ നിധിയെ വിളിക്കുന്നുണ്ട്. നിധി തിരിഞ്ഞ് ഭാസ്കരൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ നിധി, മോൾ ഇത് ഇനി നികേഷിനോടൊന്നും ചെന്ന് പറയാൻ നിൽക്കരുത്. ഇപ്പോൾ എങ്ങനെയാണോ അവൻ്റെ മനസ്സിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ. അത് കേട്ട് നിധി തലയാട്ടുമ്പോൾ ഭാസ്കരൻ അവിടെ നിന്നങ്ങ് പോവുകയാണ്. നിധിയാണെങ്കിൽ കണ്ണീര് തുടച്ചുകൊണ്ട് ഭാസ്കരൻ പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതേസമയം തന്നെ സുഭാഷ് അവരെ തിരക്കി ഇറങ്ങിയിട്ടുണ്ടാകും. ഭാസ്കരൻ പോയി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന നിധി അവിടേക്ക് വരുന്ന സുഭാഷിനെ കണ്ടു ഞെട്ടുകയാണ്. സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ എന്ന് നിധി ചോദിക്കുമ്പോൾ അച്ഛനെയും കൂട്ടി മോൾ പോന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നതാ എന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ അരികിലായിട്ട് ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇപ്പോഴാണോ വന്നത്? ഇല്ല, കുറച്ച് നേരമായി മോളെ. നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു. അച്ഛൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാനും. നിധി ടെൻഷനോട് കൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതങ്ങനെ ഇരിക്കുവാണ്. തുടർന്ന് നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടന് നേരത്തെ ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നോ? സുഭാഷ് പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ് അത്രയൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. എന്താ നടന്നതെന്ന് ഇപ്പോൾ അച്ഛൻ തുറന്നു പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത്. ഒരു ദിവസം നികേഷിനെയും അവൻ്റെ അമ്മയെയും അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി. പക്ഷെ ആ പ്രായത്തിലും അച്ഛൻ നികേഷിൻ്റെ അച്ഛനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചത് ഒരു കുഞ്ഞുള്ള സ്ത്രീയെ അച്ഛൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്നായിരുന്നു. അല്ലാതെ ഈ കഥയൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. നിന്നോട് പറഞ്ഞപ്പോഴേ ഇക്കാര്യങ്ങളെല്ലാം ഞാനും അറിയുന്നത്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇതൊന്നും അച്ഛനോട് ചോദിച്ചിട്ടില്ലായിരുന്നോ? ഇല്ല മോളെ, ഞാനതൊന്നും ചോദിച്ചിട്ടില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, തുടക്കത്തിലെ സുഭാഷ് ഏട്ടനെ കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നികേഷിൻ്റെ അച്ഛനല്ല നിങ്ങളുടെ അച്ഛനെന്ന്. അത് സുഭാഷ് ഏട്ടൻ സുധീഷിനോടും ഹരീഷിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുവാണ് സുഭാഷ്. നേരെ കരഞ്ഞുകൊണ്ട് നിധി പറയുന്നുണ്ട്, എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാർ നമ്മുടെ വീടിനെ പറ്റി വളരെ മോശമായിട്ട് പറയാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു.
ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ നാട്ടുകാർ പറയുന്നത് പോലെയല്ല നിങ്ങളൊന്നും. ഒരിക്കലും അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നോ? കുറേയേറെ സത്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടനും അറിയാമായിരുന്നല്ലോ. എന്നിട്ടും സുഭാഷ് ഏട്ടൻ ഇതുവരെ നികേഷിനെ മാറ്റി നിർത്തിയിട്ടില്ല. അനിയനായിട്ട് കണ്ടിട്ടല്ലേ ഉള്ളൂ. നികേഷാണ് സുഭാഷ് ഏട്ടൻ്റെ ലോകം തന്നെ. അച്ഛനും നികേഷിനെ ഒരുപാട് ഇഷ്ടം. ഒരു പക്ഷേ സുഭാഷ് ഏട്ടൻ നികേഷിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അച്ഛൻ അവനെ സ്നേഹിക്കുന്നുണ്ടാകും. അവൻ എന്നെ വെറുത്തോട്ടെ, വഴക്ക് പറഞ്ഞോട്ടെ, അതൊന്നും സാരമില്ല. പക്ഷെ അവനൊരിക്കലും സത്യം അറിയരുത് എന്നാണ് അച്ഛൻ ഇപ്പോഴും പറയുന്നത്. മനസ്സിൽ തൊട്ട് പറയുക ഏട്ടാ, സുഭാഷ് ഏട്ടനോടും അച്ഛനോടുമൊക്കെ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു. നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ തൊയ്ത് പ്രാർത്ഥിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്തൊരു പയ്യനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്. യേശു സുഭാഷ് ഏട്ടൻ്റെ അനിയനല്ലെന്ന് ആര് പറഞ്ഞാലും സത്യമായിട്ടും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് നിങ്ങൾ 3 പേരും നികേഷിനെ ജീവൻ തുല്യം സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്കത് അംഗീകരിക്കാനായില്ല സുഭാഷ് ഏട്ടാ. ഞാൻ നടുങ്ങിപ്പോയി. അല്ല പറഞ്ഞ് സുഭാഷിൻ്റെ കയ്യിൽ പിടിച്ച് സുഭാഷിൻ്റെ തോളിൽ ചാരി പൊട്ടിക്കരയുവാണ് കേട്ടോ നിധി. കണ്ണ് നിറഞ്ഞുകൊണ്ട് സുഭാഷും നിധിയെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ കരയുന്നത്? അച്ഛൻ പറഞ്ഞതാണ് സത്യം. നികേഷ് നമ്മുടെ വീട്ടിലെ പയ്യനാ, നമ്മുടെ എല്ലാവരുടെയും അനുജനാ. എൻ്റെ അച്ഛൻ വേറെയാണെങ്കിൽ എന്താ, അമ്മ വേറെയാണെങ്കിൽ എന്താ? ഞാൻ അവനെ എൻ്റെ കൂടെ പിറന്ന അനുജനായിട്ടാണ് കാണുന്നത്. ഞാൻ മാത്രമല്ല, മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്. അവനും ഞങ്ങളെ സ്വന്തം ചേട്ടന്മാരായി തന്നെയല്ലേ കാണുന്നത്. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നീ കണ്ണു തുടയ്ക്കുമോളെ. നീ കരയുന്നത് കണ്ടാൽ എനിക്കും കരച്ചിൽ വരും. അത് കേട്ട് നിധി കണ്ണുനീർ തുടക്കുമ്പോൾ സുഭാഷും തൻ്റെ കണ്ണു തുടയ്ക്കുന്നുണ്ട്. ശേഷം സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതേ മോളെ, ഈ ഒരു കാര്യം മോളുടെ നാവിൽ നിന്നും ആരും അറിയരുത്. നികേഷ് ഒരിക്കലും ഇതറിയരുത്. അറിഞ്ഞാൽ അവൻ തകർന്നു പോകും. അവൻ മാത്രമല്ല, സുധീഷും ഹരീഷും പോലും അറിയരുത്. ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല. മരിക്കേണ്ടി വന്നാലും എൻ്റെ നാവിൽ നിന്ന് ഈ ഒരു സത്യം ഒരിക്കലും പുറത്തു വരില്ല. അതെ മോളെ, ഇതൊന്നും പുറത്ത് പറഞ്ഞിട്ട് നമുക്കിനി ഒന്നും കിട്ടാനില്ല. അവനും ഇതൊന്നും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അന്ന് ഞങ്ങളുടെയൊന്നും അമ്മയല്ല അവൻ്റെ അമ്മയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ തകർന്ന് വീട് വിട്ടു പോയതല്ലായിരുന്നോ? അപ്പോൾ ഈ ഒരു സത്യം കൂടി അവൻ അറിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്നെ വിശ്വസിക്കാമെന്ന് പറയുവാണ് നിധി. എനിക്കറിയാം മോളെ, മോൾക്ക് നല്ല മനസ്സാണ്. നികേഷിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അവൻ്റെ അമ്മയെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലുള്ള ഓരോരുത്തർക്കും വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുവാണ് നീ. എൻ്റെ മുന്നിൽ ഞങ്ങൾ ആരും ഒന്നുമല്ല മോളെ. സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ശരിക്കും എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കൊന്നതാണോ? കൊന്നിട്ട് ജയിലിൽ പോയതാണെന്നല്ലേ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കെന്തോ അത് വിശ്വസിക്കാനാവുന്നില്ല. അച്ഛൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഭാര്യയെ കൊല്ലാൻ കഴിയില്ല. അങ്ങനെ ഒരാളല്ല അച്ഛൻ. എനിക്കും ആ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ല മോളെ. നികേഷിനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എനിക്കൊരു 10 വയസ്സ് കാണും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ മരണം നടന്നപ്പോൾ ഞാൻ അതിലും ചെറിയ കുട്ടിയാണ്. പെട്ടെന്നൊരു ദിവസം പോലീസ് വീട്ടിലേക്ക് വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഞാനും അനുജന്മാരും മാത്രമേ ഉള്ളായിരുന്നു ആ വീട്ടിൽ. ഞങ്ങളെ നോക്കാൻ മുത്തശ്ശി ഉണ്ടായിരുന്നു. അധികം വൈകാതെ മുത്തശ്ശിയും പോയി. അതിനുശേഷം ഞാൻ തന്നെ അനുജന്മാരെ നോക്കാൻ തുടങ്ങി. അച്ഛൻ ഒരു ദിവസം ജയിലിൽ നിന്നും തിരിച്ചു വന്നു. ആകെ തകർന്നാണ് അച്ഛൻ തിരിച്ചു വന്നത്. പക്ഷെ ഞങ്ങൾക്കാർക്കും അച്ഛനോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല. നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നും നടന്ന് കാണരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ നാടും നാട്ടുകാരും അച്ഛനെ വിശ്വസിക്കുന്നില്ല. അവർ വായിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറില്ല മോളെ. ആലോചിക്കാൻ നമുക്ക് സമയവുമില്ല. എനിക്ക് താഴെ 3 അനുജന്മാരുണ്ട്. അവരെ നല്ല രീതിയിൽ വളർത്തണമെന്നുള്ളൊരു കടമയായിരുന്നു എനിക്ക്. അങ്ങനെ പതിയെ ഞങ്ങളെല്ലാവരും അത് മറന്നു. ഞങ്ങളെല്ലാവരും അത് മറന്നെങ്കിലും നാട്ടുകാർ അതൊന്നും മറന്നില്ല. അവർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒരു കഥയായി. അത്രയേ ഉള്ളൂ. ആ മോളെ, ഇനി നമുക്ക് പോകാം. എത്ര നേരമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇരിക്കുന്നത്? അവന്മാരെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പേ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയും സുഭാഷും അവിടെ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.